നമസ്കാരം. തിരുവനന്തപുരത്തെ ഫ്ളാറ്റ് തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളുടെ മുൻകൂർ ജാമ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളി. സുപ്രീം കോടതി സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ഉടമ ജേക്കബ് സാംസണും മറ്റ് പ്രതികളും കീഴടങ്ങണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. 15 ദിവസത്തിനകം കീഴടങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിചാരണ കോടതിയിൽ സ്ഥിര ജാമ്യത്തിന് അപേക്ഷിക്കുവാനും ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏകദേശം 120 കേസുകളാണ് ജേക്കബ് സാംസണെതിരെയുള്ളത്. ഇതിൽ പേട്ട സ്വദേശി സജാദ് കരീം നൽകിയ ഒരു കേസിലാണ് മുൻകൂർ ജാമ്യം ഇപ്പോൾ തള്ളിയത്. നടി ധന്യ മേരി വർഗീസിൻ്റെ ഭർത്താവും ജേക്കബ് സാംസന്റെ മകനുമായിട്ടുള്ള ജോൺ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതികളുമാണ്. നടി ധന്യ മേരി വർഗീസ് ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഫ്ളാറ്റ് തട്ടിപ്പ് കേസുകളിൽ നേരത്തെ പലതിലും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. കേസിൽ ജേക്കബ് സാംസണായി മുതിർന്ന അഭിഭാഷകൻ ജയന്ത് മുത്തുരാജും അഭിഭാഷകൻ മനു ശ്രീനാഥ് എന്നിവരുമൊക്കെ കേസിലെ പരാതിക്കാരനായിട്ടുള്ള സജാദ് കരീമിന് വേണ്ടിയുള്ള അഭിഭാഷകൻ എം ഗിരീഷ് കുമാറും സംസ്ഥാനത്തിനായിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷ രാജൻ ശങ്കറും ഹാജരായി. പുതിയ സാഹചര്യത്തിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത പശ്ചാത്തലത്തിൽ ധന്യ മേരി വർഗീസ് അടക്കമുള്ളവർ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ധന്യയുടെ ജീവിതത്തെ ദുരിതത്തിലാഴ്ത്തിയതാണ് താരത്തിനെതിരെ വഞ്ചനാ കേസ് വന്നത്. ഈ കേസ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. പിൽക്കാലത്ത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലുമൊക്കെ ധന്യ പങ്കെടുത്തിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ധന്യ ഷോയിൽ പറഞ്ഞത് പക്ഷേ അത് ഇങ്ങനെയാണ്: എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറിമറിയുമെന്ന് ജീവിതം എന്നെ പഠിപ്പിച്ചു. ഞാൻ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓരോരുത്തരെയും അടുത്തറിഞ്ഞു, അവരുടെ സമീപനവും പെരുമാറ്റവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ അനുഭവം എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. എൻ്റേത് ഒരു സാധാരണ കുടുംബമാണ് എന്നും ഭർത്താവിൻ്റേത് ബിസിനസ് കുടുംബവും. എനിക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ സഹായിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്ന് അതിലൂടെ പഠിക്കുകയും ചെയ്തു. എന്നെപ്പോലെ എൻ്റെ ഭർത്താവും ആ പാഠം പഠിച്ചു എന്നാണ് ധന്യ അവിടെ പറഞ്ഞത്. മോഡലിംഗിൽ തുടങ്ങി സിനിമയിലെത്തി താരമായ നടിയാണ് ധന്യ മേരി വർഗീസ്. തലപ്പാവ്, കേരള കഫേ തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച പ്രകടനം ധന്യയെ ചെറിയ കാലത്തിനുള്ളിൽ തന്നെ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാക്കി മാറ്റുകയും ചെയ്തു. നടനും ബിസിനസ്സുകാരനുമായ ജോണിനെ വിവാഹം കഴിച്ച് സിനിമ വിട്ട ധന്യ പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് വഞ്ചനാ കേസിൽപ്പെട്ടതോടെയാണ്. ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി 100 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസാണ് ഇവർക്കെതിരെ അപ്പോൾ ഉണ്ടായിരുന്നത്. 2011 മുതൽ നഗരത്തിലെ വിവിധ പ്രോജക്റ്റുകളായി 500ഓളം ഫ്ളാറ്റുകളും 20 വില്ലകളും 2 വർഷത്തിനകം പൂർത്തിയാക്കി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. ഭൂമി ഇടപാടിൻ്റെ രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ വകുപ്പിന് കത്ത് നൽകുകയും ചെയ്തു. അറസ്റ്റ് പുറത്തറിഞ്ഞതോടെ വിദേശ മലയാളികളടക്കം കൂടുതൽ പേർ പരാതിയുമായിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയുമുണ്ടായി. ഫ്ളാറ്റ് തട്ടിപ്പിന് പുറമെ സംഘം പലരിൽ നിന്നായി അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു പദ്ധതിയുമുണ്ടായി. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തും ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നതായിരുന്നു ആ കേസും. അങ്ങനെ കേസിൻ്റെ നൂലാമലകൾ തീരാതെ, കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഒരിക്കലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ ഫ്ളാറ്റ് കുംഭകോണമടക്കം ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നതിൽ ഈ സിനിമാ താരവും ഒപ്പം തന്നെ സിനിമാ താരത്തിൻ്റെ ഭർത്താവും ഇനി ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.